രവീന്ദ്രൻ പൂക്കാട് എഴുതിയ അദൃശ്യ കവചം എന്ന നോവൽ. ഈ നോവൽ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോകും. കാരണം നീതിയും നിയമങ്ങളും ധാർമ്മികതയും പലപ്പോഴും പരാജയപ്പെടുകയും മനുഷ്യൻ നിസ്സഹായതയുടെ ആഴക്കടലുകളിലേക്ക് പതിക്കുകയും ചെയ്യുമ്പോഴാണ് സാങ്കല്പികമെങ്കിലും ഇത്തരം ചിന്തകൾ മനസ്സിൽ ഉടലെടുക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു എഴുത്തുകാരൻ അങ്ങനെ ചിന്തിക്കാതിരുന്നാലേ അത്ഭുതമുള്ളൂ. കാരണം എഴുത്തുകാരൻ കാലത്തിന്റെ കാവലാളാണ്. ഉടലെഴുത്തുകൾക്കപ്പുറത്ത് ഒരു ജീവകണികയായി ഉൾക്കരുത്തായി അനാദികാലം മുതൽ ഒപ്പം കൂട്ടിരുന്നവൾ, ഇതിഹാസ കാലത്തിനും അപ്പുറത്തു നിന്നും വിൽപ്പന ചരക്കായും കൈമാറ്റ ഉപാധിയായും പണയപ്പെട്ടവൾ, പങ്കുവയ്ക്കപ്പെട്ടവൾ, വൻകരകളിൽ കണ്ണീരുറഞ്ഞ് ഉപ്പായവൾ, വർത്തമാനകാലങ്ങളിൽ ആൺവിഷം തീണ്ടി ഇല്ലാതെയാകുന്നവൾ, സ്പർശബിംബങ്ങളുടെ കൈസഹായം കൂടി ഇല്ലാതാകുമ്പോൾ പെണ്ണുടലിൽ സ്വയംഭൂവാകുന്ന പ്രതിരോധ കണിക. രവീന്ദ്രൻ പൂക്കാട് എഴുതിയ അത്യപൂർവമായ രചനയാണ് അദൃശ്യ കവചം. ഈ നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തിരുവല്ല ഓസോൺ ബുക്സ് ആണ്.